മച്ചാനെ സംഭവം കിടക്കാച്ച് മോനെ ഒരു രക്ഷയില്ല. ഭീമ് വാറ് മജാന്ന് പറഞ്ഞാ ഇമ്മാതിരി മജ. ഞാൻ ആകെ 4-5 ദിവസമായിട്ടുള്ള യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. സംഭവം കിടക്കാച്ച്. ഇത്രയും കൊടും വിഷം ചീറ്റുന്നവർ സാക്ഷരരെന്ന് അഭിമാനിക്കുന്ന കേരളത്തിലാണുള്ളത് എന്ന് കരുതുമ്പോൾ സ്വയം ലജ്ജിക്കാൻ തോന്നും. ഒരാളെ താടിയും തലപ്പാവും നോക്കി തീവ്രവാദിയായി ചിത്രീകരിക്കുക, താടി വെച്ചതിന്റെ പേരിൽ വംശീയപരമായി ആക്രമിക്കുക, ഇത് ഇന്ന് കേരളത്തിൽ നടന്ന സംഭവമാണ്. മതത്തിന്റെയും വിശ്വാസത്തിന്റെയും പേരിൽ അതിക്രൂരമായ സൈബർ ആക്രമണത്തിന് ഇരയായിരിക്കുകയാണ് ഒരു ഡോക്ടർ. വാർത്ത കാണാം. അതിനു മുമ്പായി ഞങ്ങളുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. കേരളത്തിലെ പ്രമുഖ മാധ്യമമായ മീഡിയ വൺ ചാനലിൽ ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് സംപ്രേഷണം ചെയ്ത ബ്ലാക്ക് ഫംഗസിനെ ഭയക്കണോ എന്ന വിഷയത്തിലുള്ള ഡോക്ടർ ലൈവ് ഷോയിൽ പങ്കെടുത്തത് പ്രശസ്ത നേത്രരോഗ വിദഗ്ധനായ ഡോക്ടർ മുഹമ്മദ് സാദിഖ് ആയിരുന്നു. പരിപാടിക്ക് മുന്നോടിയായി മീഡിയ വൺ പരിപാടിയുടെ ഒരു പ്രൊമോ പോസ്റ്റർ അവരുടെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചിരുന്നു. ഈ പ്രൊമോ പോസ്റ്ററിന് താഴെയാണ് നേത്രരോഗ വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് സാദിഖിനെതിരെ വലിയ രീതിയിൽ സൈബർ ഇടത്തിൽ വംശീയ ആക്രമണം നടന്നത്. വർഗീയ വിദ്വേഷ അധിക്ഷേപ കമന്റുമായി നിരവധി വർഗീയ മനസ്സുള്ളവരാണ് ഈ പോസ്റ്റിന് താഴെ എത്തിയത്. ഇത്തരത്തിൽ വർഗീയവാദികൾ അധിക്ഷേപ കമന്റുകൾ ചൊരിയാനുള്ള കാരണം എന്താണെന്നറിയാമോ? ഡോക്ടർ മുഹമ്മദ് സാദിഖിന്റെ താടിയാണ് അവരുടെ പ്രശ്നം. ഡോക്ടറുടെ താടിയും തലപ്പാവും ധരിച്ചിരിക്കുന്ന ചിത്രമാണ് വർഗീയവാദികളെ ചൊടിപ്പിച്ചത്. MBBS, DO, DNB, FRCS തുടങ്ങി യോഗ്യതകളുള്ള പ്രമുഖ നേത്രരോഗ വിദഗ്ധനാണ് ഡോക്ടർ മുഹമ്മദ് സാദിഖ്. ഇങ്ങനെയുള്ള ഒരാളെയാണ് ഇതൊന്നും നോക്കാതെ മതത്തിന്റെയും വേഷത്തിന്റെയും പേരിൽ സൈബർ ആക്രമണം നടത്തിയത്. ഇതെന്താ സിറിയയിലേക്ക് റിക്രൂട്ട്മെന്റ് വല്ലതുമാണോ? ഞാൻ കരുതി ഏതോ താലിബാൻ നേതാവാണെന്ന്. ഇത്തരത്തിലാണ് ചിലർ ഈ പോസ്റ്റിന് താഴെ കമന്റ് ഇട്ടിരിക്കുന്നത്. അതിന് ഇന്ത്യയിലെ എല്ലാ കോയകളും റെഡിയാണല്ലോ. മോന്ത കണ്ടിട്ട ഛർദിക്കാൻ വരുന്നത് എനിക്ക് മാത്രമാണോ എന്ന അധിക്ഷേപവും പരിഹാസവും ഒക്കെ കമന്റുകളിലുണ്ട്. കേട്ടാൽ അറിയിക്കുന്ന തരത്തിലാണ് പല കമന്റുകളും ഈ പോസ്റ്റിന് താഴെയുള്ളത്. ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ മതത്തിന്റെ പേരിൽ ആക്രമിക്കാൻ സംഘികൾക്ക് കഴിയൂ എന്ന കമന്റും പോസ്റ്റിന് താഴെയുണ്ട്. നേരത്തെയും ഡോക്ടർ മുഹമ്മദ് സാദിഖിനെതിരെ സംഘപരിവാറിൽ നിന്ന് വധശ്രമം നേരിടേണ്ടി വന്നിരുന്നുവെന്ന റിപ്പോർട്ടുകളുണ്ട്. ഒരു യാഥാസ്ഥിതിക ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച സത്യനാഥൻ പിന്നീട് മുസ്ലിം ആവുകയും മുഹമ്മദ് സാദിഖ് എന്ന പേര് സ്വീകരിക്കുകയുമായിരുന്നു. ഇതിനു പിന്നാലെയാണ് സംഘപരിവാറിന്റെ ആക്രമണങ്ങൾ ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ. അദ്ദേഹത്തിന്റെ മതമാറ്റത്തിന് കുടുംബത്തിൽ നിന്നും വിയോജിപ്പുകൾ ഉണ്ടായിരുന്നില്ല എങ്കിലും സംഘപരിവാർ അത് വലിയൊരു സാമൂഹ്യ പ്രശ്നമാക്കി മാറ്റുകയും ഇദ്ദേഹത്തിനെതിരെ ആക്രമണം തുടങ്ങുകയായിരുന്നു അത്രേ. കള്ളക്കേസിൽ കുടുക്കി 5 മാസത്തോളം ജയിലിലിടുകയും ആശുപത്രിയിൽ കൊണ്ടുപോയി മാനസിക രോഗികളുടെ സെല്ലിൽ അടയ്ക്കുമെന്നും സംഘപരിവാർ ഭീഷണിപ്പെടുത്തിയതായും റിപ്പോർട്ടിലുണ്ട്. തങ്ങളുടെ പഠനം തടസ്സപ്പെടുത്തുമെന്നും ഭാവി നശിപ്പിക്കുമെന്നും സംഘപരിവാർ ഭയപ്പെടുത്തിയതായി റിപ്പോർട്ടുണ്ട്. അതേസമയം സൈബർ ആക്രമണം നേരിടുന്നതിനിടയിലും വലിയ രീതിയിലുള്ള പിന്തുണയും ഡോക്ടർക്ക് ലഭിക്കുന്നുണ്ട്. ചാണകവും പശുമൂത്രവും കുടിപ്പിക്കുന്ന ആളല്ല ഇദ്ദേഹമെന്നും MBBS, DO, DNB, FRC ബിരുദങ്ങൾ നേടിയ ഡോക്ടറാണെന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ചാണകങ്ങളെ മൂപ്പർ നിർദ്ദേശിക്കുന്നത് ഗോമൂത്രവും ചാണകവുമല്ല, ലോകം അംഗീകരിക്കുന്ന ആധുനിക മെഡിസിൻ ആണെന്നും ചിലർ മറുപടി നൽകുന്നുണ്ട്. ഏതായാലും ഒരു ഡോക്ടർക്കെതിരെ ഇത്തരത്തിൽ കമന്റുകൾ ചൊരിയുന്നതിനെതിരെ യാതൊരു വിധത്തിലും ന്യായീകരിക്കാനാവില്ല. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.